ദൈവത്തിന് മഹത്വം. 9-ാം ദിവസത്തിലെ നോമ്പ് ദിന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന വ്യക്തമായ ഒരു സംരക്ഷണത്തിന്റെ അനുഭവമാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. 3 കാര്യങ്ങൾ പ്രാർത്ഥനാപൂർവം വേഗത്തിൽ ചിന്തിക്കാം. 1, നിനക്ക് ദൈവം ഒരുക്കുന്ന സുരക്ഷിതത്വത്തിന്റെ അതിർവരമ്പുണ്ട്, അല്ലെങ്കിൽ ഒരു ഡിവൈൻ ബൗണ്ടറി ഉണ്ട്. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, പ്രളയം കണക്ക് പ്രശ്നമുണ്ടായാലും, നദികൾ നിന്നെ കടന്നു പോകുമ്പോൾ, കരകവിഞ്ഞൊഴുകുന്ന നദി കണക്ക് പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും, തീയിൽ കൂടി കടക്കുന്ന, കാൽ പൊള്ളിപ്പോകും വിധം നടന്ന് അപ്പുറം പോവാൻ പറ്റാത്ത വിധമുള്ള പ്രയാസത്തിന്റെ മധ്യ ആയിരിക്കുമ്പോഴും, വീണ്ടും പറയുന്നു, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല എന്ന് പറയുന്നു. അഗ്നിജ്വാല കണക്കുള്ള പ്രതികൂലങ്ങൾ ഉണ്ടായാലും ഇതൊന്നും നിനക്ക് കേടുവരുത്തില്ല എന്നാണ് വചനം നൽകുന്ന ഉറപ്പ്. പ്രിയമുള്ളവരെ, ഈ 4 അനുഭവങ്ങളും ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളയത്തക്ക വിധം ശക്തിയുള്ള അനുഭവങ്ങളാണ്. എന്നാൽ ഇത്തരം ശക്തിയുള്ള, ഇല്ലാതാക്കി കളയുവാൻ തക്കവണ്ണം പവറുള്ള ഈ അവസ്ഥകളിൽ പോലും സർവശക്തനായ ദൈവം കരുതും. ഒരു ഡിവൈൻ ബൗണ്ടറിയിൽ നിന്നെ സംരക്ഷിക്കുമെന്ന് ഈ വചനം ഉറപ്പു തരുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗമോ ദുഃഖമോ ദുരിതമോ ബാധ്യതകളോ നാളെക്കുറിച്ചുള്ള ആകുലതകളോ എന്താണോ നിന്നെ ഇപ്പോൾ പ്രളയം കണക്ക്, നദി കണക്ക്, അഗ്നിജ്വാല കണക്ക് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, എന്നാൽ അവയുടെ മധ്യ നീ ദൈവസന്നിധി വിനയപ്പെട്ടാൽ ദൈവം ഒരുക്കുന്ന ഒരു ഡിവൈൻ ബൗണ്ടറി, സംരക്ഷണം, അതിർവരമ്പ് അനുഭവിപ്പാനായിട്ട് നമുക്ക് കഴിയും. ആ അതിർവരമ്പ് ലംഘിച്ച് ഒന്നും നിന്നെ അറ്റാക്ക് ചെയ്യത്തില്ല, നിനക്കെതിരെ വെല്ലുവിളിയായിട്ട് നിൽക്കത്തില്ല. 2-മതായി നാം ചിന്തിക്കുന്നത് തീ നിന്നെ ദഹിപ്പിക്കില്ല എന്നുള്ളതാണ്. തീ ദഹിപ്പിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ തീ കത്തിയിട്ടും ദഹിച്ചു പോകാത്ത അനുഭവങ്ങൾ നാം കാണുന്നുണ്ട്. അതിനുദാഹരണമാണ് മോശ കണ്ട മുൾപ്പടർപ്പ് കത്തുന്നുവെങ്കിലും അത് വെന്തുപോകാത്ത അനുഭവം. പ്രിയമുള്ളവരെ, എന്തുകൊണ്ട് തീ ദഹിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായി ഇങ്ങനെ അതിനെ മനസ്സിലാക്കാം. തീ ദഹിപ്പിക്കുന്ന ഒന്നാണ് എങ്കിലും ഇവിടെ ദഹിപ്പിക്കുകയല്ല, പക്ഷേ ദൈവം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ല എന്ന് കർത്താവ് ഉറപ്പു തരുമ്പോൾ നീ കത്തും എന്ന് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. കത്തുന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് കർത്താവ് പറയുന്നുണ്ട്. പക്ഷെ നീ വെന്തുപോകത്തില്ല, നീ ദഹിച്ചും പോകത്തില്ല. അഗ്നി നിന്നെ ദഹിപ്പിക്കത്തൂല്ല. പക്ഷേ തീയുടെ നടുവിൽ കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകാം. എന്തിനതിലൂടെ കടന്നു പോകേണ്ടി വരുന്നു? തീയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. നമ്മുടെ ജീവിതത്തിലെ അശുദ്ധി മുഴുവൻ വെണ്ണീറായി തീരുന്നതിന് ദൈവം അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടത്തിവിടും. അവിടെ നാം ഏകനല്ല, ദൈവം കൂടെ ഉണ്ട് എന്നും കൂടെ വ്യക്തമായ വചനം നമ്മെ ബോധിപ്പിക്കുന്നു. 3, ഈ ദൈവം കൂടെയിരിക്കുന്ന ദൈവമാണ്. ഇപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമ്പോൾ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല, തീയിൽ കൂടെ നടക്കുമ്പോൾ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. കൂടെ ഇരിക്കും. ഇമ്മാനുവേലാം ദൈവം, യഹോവയായ ദൈവം നമ്മോട് കൂടെ. പ്രിയമുള്ളവരെ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നല്ല ചെയ്ത ദൈവം എന്റെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും കൂടെ ഇരിക്കുമെന്ന് വ്യക്തമായ ബോധ്യം നമുക്ക് നൽകുന്നുണ്ട്. ഒറ്റയ്ക്കല്ല, സകലത്തെയും സൃഷ്ടിച്ച സർവാധിപനായ, സർവശക്തനായ, അത്യുന്നതനായ ദൈവം, സർവഭൂമിക്കും നാഥനായ ദൈവം നിന്റെ ഒപ്പമുണ്ട് എന്ന ബോധ്യവും ഉറപ്പുമാണ് ഈ വചനത്തിലൂടെ നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവം നമ്മെ സംരക്ഷിക്കും. കാരുണ്യവാനായ കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുമ്പോൾ ഈ ലോകത്തിന്റെ ഏതേത് പ്രതിസന്ധിയുടെ നടുവിലും ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നും, ആ പ്രതിസന്ധികളിൽ ഞങ്ങളിൽ അടുക്കാത്ത വിധം ഒരു അതിർവരമ്പ് അങ്ങ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നും, ഇമ്മാനുവേലാം ദൈവം ഏത് പ്രയാസത്തിന്റെ മധ്യയും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നും അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ ഓർപ്പിച്ചുവല്ലോ. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയോട് ചേർന്ന് വരുവാൻ ഈ നോമ്പിൻ ദിനങ്ങളിൽ അധികമായി ഞങ്ങളെ സഹായിക്കണമേ. നന്ദിയുള്ളവരായി ജീവിപ്പാൻ പ്രാപ്തരാക്കണമേ. ആമേൻ.